സൺഡേ മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് കേട്ടോ നാളെ പാചകം. ഇന്ന് പപ്പയാണ് ചായയിൽ തുടങ്ങി നെയ്ച്ചോറ് തീർത്ത കലാകാരൻ. സൺഡേ വൈബും പാചകത്തിൻ്റെ ഏഫൽ ടവറും ചേർന്നാൽ കെട്ടിയോ പിന്നെ മരണമാസം. ഇനി മേസ്തിരിക്ക് മൈക്കാടിനെ പോലെ ചാന്തു കുഴിക്കുന്നത് മുതൽ ചട്ടി കഴുകുന്നത് വരെ ഏതാണ്ട് ആടുജീവിതത്തിൽ നജീബിനെ സ്വന്തമായിട്ട് കിട്ടിയ അർബാബിൻ്റെ അവസ്ഥയാണ് പിന്നീട് അങ്ങോട്ട്. സിങ്ക് മുതൽ സ്റ്റൗ വരെ പാത്രം നിരത്തിയിട്ട് ഒറ്റട്ടേക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? അങ്ങനെ ഇന്നത്തെ പാചകവും കസരത്തും എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് നമ്മുടെ കഥാനായകൻ. അശോകൻ അല്പം ക്ഷീണമാകാം. ഇതൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴാണ് ഞങ്ങൾ ബ്രൂണോനെ ഒന്ന് കുളിപ്പിക്കുന്ന കാര്യം ആലോചിച്ചത് കേട്ടോ. പിന്നെ അവനെയും വേഗത്തിൽ തന്നെ കുളിപ്പിച്ചു. ഞങ്ങൾ രണ്ടാളും കൂടി കുളിപ്പിക്കുന്ന പ്ലാനിലായിരുന്നു. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെ കണ്ടത്. പിന്നെ അതുങ്ങളുമായിട്ട് കിന്നാരവും പറഞ്ഞ് കുസൃതിയെല്ലാം പറഞ്ഞ് അങ്ങനെ ഞാൻ അതിൻ്റെ വഴിക്കങ്ങ് പോയി കേട്ടോ. പിന്നെ ആച്ച തന്നെയാണ് കുളിപ്പിക്കാനൊക്കെ ഒരുങ്ങി നിന്നും കുളിപ്പിച്ചതും ഒക്കെ. അതല്ലെങ്കിലും ഞാൻ അങ്ങനെയാണ്, കുട വെച്ചെടുത്ത് വടി വെക്കില്ല എന്ന് പണ്ടേ പറയാറുണ്ട്. ഡ്യൂട്ടിക്ക് കയറിയ പിന്നെ ഈ കുട്ടികളെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു സ്നേഹം കൊണ്ടൊന്ന് മതിമറന്ന് പോയതാണ്. ആ സമയം ശരിക്കും ഞാനങ്ങ് മുതലാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പാവം തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കുളിപ്പിക്കുക. മക്കളെ രണ്ടാളും ഞങ്ങൾ ബോധപൂർവ്വം ഈ സമയത്ത് മാറ്റിയതാണ് കേട്ടോ. അല്ലെങ്കിൽ രണ്ടും ചടങ്ങാണ്, കുളിപ്പിക്കൽ നടക്കില്ല, ഒന്നും നടക്കില്ല. അങ്ങനെ ഇന്നത്തെ സൺഡേ പ്രത്യേക ദിന പരിപാടി ഇതോടുകൂടി തീർന്നു. ഞങ്ങൾ ഹാപ്പി, ബ്രൂണോയും ഹാപ്പി.